വയനാട് മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ 200 പേർ മരിച്ചു. 225 പേരെ കാണാതായി. 1500-ലധികം പേരെ രക്ഷപ്പെടുത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 3000-ലധികം ആളുകൾ കഴിയുന്നു. മേപ്പാടി ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട മുണ്ടക്കയിലേക്ക് ചൂരൽമലയിൽ നിന്ന് താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ച സാമഗ്രികൾ റോഡ് മാർഗം മുണ്ടക്കയിൽ കൊണ്ടുവന്നാണ് നിർമ്മാണം ആരംഭിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. മലപ്പുറം മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ ഇന്ന് രാവിലെ 7 മണിക്കാണ് അപകടമുണ്ടായത്. കൊറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറച്ചെത്തി വഞ്ചിയൂരിലെ നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ഡോക്ടർ ദീപ്തി മോൾ ജോസ് പിടിയിലായി. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റായ ദീപ്തിയെ ഇവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മലപ്പുറം തിരൂരിൽ ശക്തമായ മഴയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. സ്കൂൾ അവധിയായതിനാൽ ആളപായമൊന്നുമില്ല.